കേരളത്തിൽ നിന്നും നാഗാലാൻഡ് വരെയുള്ള നമ്മുടെ ബൈക്ക് യാത്ര എത്തി നിൽക്കുന്നത് അസാമിലെ ജോർഹട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും ഫെറിയിൽ നമ്മുടെ വണ്ടി കയറ്റിയിട്ട് മാജിലി ഐലൻഡ് എന്ന് പറയുന്ന ബ്രഹ്മപുത്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡിലേക്കാണ് നമ്മുടെ യാത്ര. 2 പേർക്കുള്ള ടിക്കറ്റും ഫെറിയിലേക്ക് 2 പേർക്ക് കയറാനുള്ള ടിക്കറ്റും അതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ കയറ്റാനുള്ള ടിക്കറ്റും കൂടി 120 രൂപയാണ് ആയത്. ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഐലൻഡിലേക്ക് എത്താൻ. മാജിലി ഐലൻഡ് എന്ന് പറയുന്ന അസാമിൻ്റെ തന്നെ മറ്റൊരു സ്ഥലമാണ് മാജിലി ഐലൻഡ്. അസാമിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്ന സ്ഥലമാണ് മാജിലി ഐലൻഡ്. ചുറ്റും ഇതൊരു റിവർ ഐലൻഡാണ്, അതായത് നദിയെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണ്. ബ്രഹ്മപുത്ര നദിയെ 3 ഭാഗത്തും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ്. നമ്മുടെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വണ്ടികളൊക്കെ വന്നിട്ട് ഫെറി പോകാൻ തയ്യാറാവുന്നതേ ഉള്ളൂ. മുഴുവൻ വണ്ടികളും കയറ്റിയിട്ട് ഫെറി പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അകത്ത് വേണമെങ്കിൽ പോയിട്ട് സീറ്റിലിരിക്കാം, കാറ്റൊന്നും കൊള്ളാതെ ഇരിക്കാം. പക്ഷേ നമ്മൾ ഈ ഫെറി യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബൈക്കിൻ്റെ അതേപോലെ ലഗേജിൻ്റെ ഒക്കെ ഇടയിൽ മുമ്പിൽ വന്നിട്ടാണ് നിന്നത്. നമുക്ക് നന്നായിട്ട് ബ്രഹ്മപുത്ര നദിയുടെ ആ സൗന്ദര്യവും അതേപോലെ ഫെറി യാത്രയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. 3:30ക്കാണ് ജോർഹട്ടിൽ നിന്നും മാജിലി ഐലൻഡിലേക്കുള്ള ലാസ്റ്റ് ഫെറി. ഇത് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ ഉള്ളൂ. ആ ലാസ്റ്റ് ഫെറിയിലാണ് ഞങ്ങൾ കയറിയത്. 3:30 മണിക്ക് യാത്ര തുടങ്ങി. ഇവിടെയൊക്കെ ഏകദേശം ഒരു 4 ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് തുടങ്ങും. ഇവിടെ നോർത്ത് ഈസ്റ്റിലൊക്കെ പെട്ടെന്ന് തന്നെ അസ്തമിക്കും. അതേപോലെ രാവിലെ പെട്ടെന്ന് തന്നെ നേരം വെളുക്കും. 4:30 5 മണിക്ക് മുമ്പായിട്ട് നേരം വെളുക്കും. അതാണ് അവസ്ഥ. ഇപ്പോൾ ഏകദേശം വൈകുന്നേരത്തെ നല്ലൊരു സൂര്യൻ അസ്തമിക്കാനായ സമയത്തുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഒരു കടൽ പോലെ പരന്ന് കിടക്കുകയാണ് നമ്മളെ ബ്രഹ്മപുത്ര നദി. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയാണ് ഈ ഫെറിയിലൂടെ ഉദ്ദേശിക്കുന്നത്, മാജിലി ഐലൻഡിലേക്കും. ഇവിടുന്ന് 3:30ക്ക് പോണ ഫെറി അതേപോലെ തന്നെ മാജിലി ഐലൻഡിൽ നിന്ന് ജോർഹട്ടിലേക്ക് വരാൻ അവിടെ നിന്നും ലാസ്റ്റ് ഫെറി 3 മണിക്കാണ്, വൈകുന്നേരം 3 മണിക്ക്. അത് കഴിഞ്ഞാൽ പിറ്റേന്നുള്ളൂ. ഞങ്ങൾ ഏതായാലും മാജിലി ഐലൻഡിലെത്തി. അവിടെ ബ്രഹ്മപുത്ര നദീ തീരത്ത് തന്നെ ബൈക്ക് പാർക്ക് ചെയ്ത് ഇന്ന് രാത്രി ഇവിടെ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പുൽമേടൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കിടക്കാൻ ടെൻ്റടിച്ച് കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മാജിലി ഐലൻഡിലൊന്ന് കറങ്ങാൻ പോയി, ഐലൻഡ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുഴയിൽ നിന്ന് പിടിച്ച ആരൽ പോലുള്ള മീനുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ കടകളിലൊക്കെ പുഴമീനുണ്ട്. അതേപോലെ മാജിലിയിലുള്ള ടൗണിലുള്ള ഒരു ബോർഡാണിത്, ഐലൻഡിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചു പോരാൻ നേരത്ത് ഞങ്ങൾ രാത്രി ആയിട്ടുണ്ട്. ഞങ്ങളെ ടെൻ്റ് കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോരാൻ നേരത്ത് ഒരു ഫംഗ്ഷന് കണ്ടിട്ട് അവിടെ നിന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അവിടെ പുറത്തുള്ള ആളുകളോട് ഞങ്ങൾ അന്വേഷിച്ചു, ഇവിടെ എന്താണ് കല്യാണമോ മറ്റോ എന്താണ് നടക്കുന്നതെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് നടത്തുന്നൊരു ഫംഗ്ഷനാണിത്. ഇതിങ്ങനെ എല്ലാവരും നടത്താറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് ആരാണ് മരിച്ചു പോയത്? പെട്ടെന്നൊന്നുമല്ല, വർഷങ്ങളായി മരിച്ചു പോയവരാണ്. 5 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടും നടത്താം. മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ഒരാഘോഷമാണ് ഇത്. ഈ ആഘോഷത്തിൽ മെയിനായിട്ടുള്ളത് ഇവിടെ ഭക്ഷണം ഉണ്ടാവും, അതേപോലെ തന്നെ മദ്യം ഉണ്ടാവും. അതൊക്കെ കഴിക്കുക, കുടിക്കുക, പിന്നെ വലിയ സൗണ്ടിൽ പാട്ടിടും. അതൊക്കെ കേട്ടിട്ട് എല്ലാവരും സന്തോഷിക്കുക. അപ്പോഴാണ് മരിച്ച ആത്മാക്കൾക്കും സന്തോഷം കിട്ടുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എൻ്റെ കൂടെയുള്ള ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോയതാണ്. ഞങ്ങൾ പച്ചക്കറി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറി മാത്രമാണ് തന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ചിക്കനോ അങ്ങനെ നോൺ വെജൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടെ ഈ ഗ്ലാസ്സിൽ നിരത്തി വെച്ചിരിക്കുന്നത് മദ്യപിക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പച്ചവെള്ളം തന്നത്. കേരള ഇതാണ് ഒരു ഭക്ഷണം വിളമ്പുന്ന സ്ഥലം. ഇവിടെ ഏകദേശം കയ്യാറായിട്ടുണ്ട് യാത്രയായതോടുകൂടി. 2000 ആളുകൾ വരെ വന്നിരുന്നു എന്നാണ് അവിടെ സുഹൃത്ത് പറഞ്ഞത്. ഇതിൽ പ്രത്യേകം ക്ഷണിക്കൊന്നും വേണ്ട, ആർക്കും വരാം, എല്ലാവർക്കും അറിഞ്ഞാൽ തന്നെ എല്ലാവരും വരും എന്നൊക്കെയാണ് പറഞ്ഞത്. രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. രാത്രി
ചെയ്തെന്നത് അയാളാണ്. അതേപോലെ മുന്നേ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അയാൾ കൂടെ വന്നിട്ട് എന്തൊക്കെ ചിക്കനോ മറ്റോ ഒക്കെ കൊടുക്കാൻ നോക്കിയപ്പോൾ അതൊന്നും പറ്റില്ല, അവർക്ക് അതൊന്നും വേണ്ട, വെറും പരിപ്പ് കറി കൊടുത്താൽ മതി, കിഴങ്ങ് കറി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നോൺ വെജ് ഒന്നും തരാതെ, അതേപോലെ മദ്യമൊന്നും ഞങ്ങൾക്ക് വിളമ്പുന്ന ടേബിളിലൊന്നും വിളമ്പാൻ അയക്കാതെ ഞങ്ങളെ കെയർ ചെയ്തിരുന്ന ഒരാളാണ് അത് അദ്ദേഹം പിന്നെ ജില്ലാ കളക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് ആ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം മദ്യപിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം ഇങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അയാളാണ് കൂടുതൽ വിവരങ്ങൾ തന്നത്. ഇത്രയും ആളുകൾ വരാറുണ്ട്, ഇതേപോലെ ഇതിന് ആരോടും പറയൊന്നും വേണ്ട, എല്ലാവർക്കും അറിഞ്ഞാൽ വരാം. അങ്ങനെ ഇതിൻ്റെ ഈ ഫംഗ്ഷനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. ഇയാൾ ഏകദേശം മലയാളികളുടെ ഒരു ലുക്കുണ്ട്, ഈ മധ്യവയസ്കൻ, ഈ നീല ടീഷർട്ട് ഇട്ട ആൾ. അയാളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഡാൻസൊക്കെ അയാളും കളിക്കുന്നുണ്ട്. ഇത് മറ്റേ ബായി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാലൊക്കെ തൊട്ട് വന്നിക്കും. ഇത് രാത്രി ഫയറാണ്, ഞങ്ങൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് വന്നു, രാത്രി ടെൻ്റൊക്കെ കെട്ടിയിട്ട് അവിടെ മുന്നിൽ തീയിട്ടതാണ്. ബ്രഹ്മപുത്ര നദീതീരത്തിൽ ക്യാമ്പ് ഫയറൊക്കെ നടത്തിയിട്ടാണ് അന്ന് രാത്രി ചിലവഴിച്ചത്. പിറ്റേന്ന് രാവിലെ ഏകദേശം 8:30 മണിക്കുള്ള ആദ്യത്തെ ഫെറി കയറിയിട്ട് ഞങ്ങൾ മാജിലി ഐലൻഡിനോട് വിട പറയാൻ പോവുകയാണ്. ഒരു ദിവസം നല്ല ഓർമ്മകളും നല്ലൊരു ബ്രഹ്മപുത്ര നദീതീരത്തുള്ള നല്ലൊരു ടെൻ്റ് സ്റ്റേ ഒക്കെ തന്ന മാജിലി ഐലൻഡിനോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ജോർഹട്ടിലേക്ക് പോരുകയാണ്. ഇവിടെയുള്ള യാത്രാമാർഗം എന്ന് പറയുന്നത് ഇവർക്ക് ഫെറിയാണ്. കാരണം വാഹനങ്ങൾ കയറ്റിയിട്ട് ഇപ്പുറത്തേക്ക് പോരാനും അതേപോലെ ആളുകൾക്ക് ഓഫീസിലേക്കും മറ്റൊക്കെ പോരാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ നാട്ടുകളിലൊക്കെ ജങ്കാറുകൾ ഉപയോഗിക്കുന്നില്ലേ, അതേപോലെ തന്നെ ഇവരും വാഹനങ്ങളൊക്കെ ഇതിൽ കയറ്റിയിട്ടാണ് പോരുക. ഇതിപ്പോൾ ഞങ്ങൾ ജോർഹട്ടിലേക്ക് പോരുമ്പോൾ ജോർഹട്ടിൽ നിന്നും അങ്ങോട്ട് പോകുന്ന ഒരു ഫെറിയാണ് ഇപ്പോൾ ആ വിദൂരത്ത് കാണുന്നത്. ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് കിലോമീറ്റർ കണക്കിന് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എത്രയോ മീറ്റർ വീതിയുള്ള നദിയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന ഫെറിയിൽ വലിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, കാറുകൾ, വാനുകളൊക്കെ ഉണ്ടായിരുന്നു. 6 കാറ് തന്നെ ഇപ്പോൾ അതിലുണ്ട്. പിന്നെ ബാക്കി മോട്ടോർ സൈക്കിളുകൾ, അതേപോലെ യാത്രക്കാർ ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഏകദേശം വലിയൊരു ഫെറിയാണ്. അത് കയറിയിട്ട് ഞങ്ങൾ നേരെ ജോർഹട്ടിൽ തന്നെ വന്നിറങ്ങി. ഇത്രയൊക്കെയാണ് മാജിലി ഐലൻഡിൽ ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾക്കറിയാവുന്നതുമായ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.